എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എയർലൈൻ കുർത്തിയാണ്. അറ്റാച്ചബിൾ ആയിട്ടുള്ള ജാക്കറ്റൊക്കെ വരുന്ന മോഡലിലുള്ള ഒരു കുർത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മൾ 3 മീറ്റർ ജോർജറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്, 1/2 മീറ്റർ നെറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്, 2 മീറ്റർ ക്രേപ്പിൻ്റെ ഫാബ്രിക് ലൈനിങ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ക്ലോത്ത് 4ആക്കി മടക്കിയിടാം. ഞാനിവിടെ 1.5 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. 1.5 മീറ്റർ ക്ലോത്ത് ഇതേപോലെ 4ആക്കി മടക്കിയിടുന്നുണ്ട്. ഈ ക്ലോത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 44 ഇഞ്ചാണ്. അപ്പോൾ ഈ 44 ഇഞ്ച് തന്നെയാണ് ഞാൻ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ക്ലോത്ത് സാധാരണ നമ്മൾ മടക്കിയിടുന്ന പോലെ 4ആക്കി മടക്കിയിട്ടു. ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. 7 ഇഞ്ചാണ് ഷോൾഡർ, 7.5 ഇഞ്ചാണ് ആം ഹോൾ. ഇത് രണ്ടും കൂടി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇതേപോലെ ടേപ്പ് ഒരു ആംഗിളായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ലൈൻ, അതായത് നമ്മൾ ആം ഹോൾ വരച്ച 7.5 ഇഞ്ചിൻ്റെ ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ ഇതേപോലെ അതിൻ്റെ സെൻറ്റർ ടാപ്പ് ഒന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ സെൻറ്റർ കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ ഒരു പോയിന്റ് കിട്ടി. ഈ പോയിന്റ് നമ്മൾ ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ബാക്കിൽ ആം ഹോൾ അവിടെ കിട്ടും. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ആം ഹോളിന് ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ടിലെ ആം ഹോളും വരയ്ക്കാം. പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വരച്ചെടുത്താൽ നിങ്ങൾക്ക് 2 ആം ഹോളും വരയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെസ്റ്റ് റൗണ്ട് അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു അളവ് കിട്ടും. ആ അളവ് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ സീം അലവൻസ് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാം. നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ടേക്ക് 13 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് ഷേപ്പ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 8 ഇഞ്ചാണ് ഷേപ്പ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത പോയിൻറ്റും ഈ പോയിൻറ്റും കൂടി ഇതേപോലെ ഒന്ന് വരയ്ക്കുന്നുണ്ട്. ഇനി നമ്മളിപ്പോൾ ഈ രണ്ടാമത്, അതായത് ഷേപ്പ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ നമ്മൾ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, ഈ 4ആക്കി നമ്മൾ മടക്കിയിട്ടേ ക്ലോത്തിൻ്റെ എൻഡിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് ടാപ്പ് വെച്ചിട്ട് കറക്റ്റ് എൻഡിലേക്ക് ആംഗിളായിട്ട് വരയ്ക്കുക കേട്ടോ. ഞാൻ 1.5 മീറ്ററാണ് ഈ ഒരു ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ഫ്ലെയർ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1.5 മീറ്റർ എടുത്താൽ മതി. നല്ല അത്യാവശ്യം ഫ്ലെയറിൽ നമുക്ക് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഒരു 16 ഇഞ്ച് നമുക്ക് മടക്കി ഇടുമ്പോൾ 16 ഇഞ്ചോളം വിടുത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്കത് പോരാന്നുണ്ടെങ്കിൽ മാത്രം കൂട്ടി മടക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ എൻഡിലേക്ക് ഇതേപോലെ കണക്ട് ചെയ്ത് വരച്ചു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ എൻഡിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കുഴിച്ചുകൂടി വരയ്ക്കുന്നുണ്ട്. അതായത് ഒന്ന് ചെരിച്ച് വരയ്ക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം അങ്ങനെ അതായത് തൂങ്ങി നിൽക്കാൻ വേണ്ടി പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കയറ്റിയിട്ട് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്തായിട്ട് ഞാൻ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ടും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത അളവ് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ബാക്കിലെ ആം ഹോൾ പ്രകാരം വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലുള്ള ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം മാത്രം ഫ്രണ്ടിലെ ആം ഹോൾ നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നെക്ക് ചെയ്യുന്നില്ല. നെക്ക് നമ്മൾ ക്യാൻവാസ് പേപ്പറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നെക്ക് നമ്മൾ കട്ട് ചെയ്യാത്തത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ല ക്ലോത്തിലാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇതേ സെയിം അളവിൽ ലൈനിങ്ങും കൂടി കട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് നെറ്റ് കട്ട് ചെയ്യാം. നെറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ വിഡ്ത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇതേപോലെ മടക്കിയിടുക. അതായത് നമ്മൾ നേരത്തെ ചെസ്റ്റ് അളവ് 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 11 ഇഞ്ച്. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ അളവ് എന്ന് വെച്ചാൽ ആ അളവിനേക്കാളും 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ കൂട്ടിയിട്ട് വേണം നമ്മൾ മടക്കിയിടാൻ വേണ്ടിയിട്ട്. ശരിക്കും 1/2 ഇഞ്ച് മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. 11.5 ഇഞ്ച് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ എഡ്ജിൽ നമ്മൾ ഇതേപോലെ 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ലൈൻ വരയ്ക്കുക കേട്ടോ. കാരണം നമുക്ക് ഈ 1/2 ഇഞ്ച് മടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 1/2 ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇത് നെറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ട് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിൻ്റെ ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അതേ അളവുകൾ നമ്മൾ ഇതിലേക്കൊന്ന് മാർക്ക് ചെയ്യുക. 7 ഇഞ്ചാണ് ഷോൾഡർ, 7.5 ഇഞ്ചാണ് ആം ഹോൾ. എന്നിട്ട് ഫ്രണ്ടിലെ ആം ഹോളാണ് കുഴിച്ച് വരയ്ക്കേണ്ടത് കേട്ടോ. കാരണം ഇത് ഫ്രണ്ടിൽ വെക്കുന്ന പീസാണ്. അപ്പോൾ ഫ്രണ്ടിലെ ആം ഹോൾ നമ്മൾ കുഴിച്ച് വരയ്ക്കുക. നമ്മുടെ ചെസ്റ്റ് അളവ് അതിൻ്റെ സീം അലവൻസ് കൊടുക്കുക. അതുപോലെ ഷേപ്പ് അതിൻ്റെ സീം അലവൻസ് കൊടുക്കുക. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഷേപ്പ് മാർക്ക് ചെയ്തത് 13 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് 1/2 ഇഞ്ചും കൂടി നമ്മൾ എക്സ്ട്രാ എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് താഴ്ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പ്രില്ലിട്ട് കൊടുക്കാനുണ്ട് ഇതിലേക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 13 എന്നുള്ളത് 13.5 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ. അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അതും പിന്നെ നമ്മൾ എൻഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ട് മാർക്ക് ചെയ്യണം.
ഈ ഒരു 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ബാക്കി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അതേ അളവ് തന്നെ ഫ്രണ്ടിലെ അളവ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ടിലെ പീസ് വെച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അളവ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ആ സെൻറ്ററിൽ നമ്മളൊരു കട്ട് കൊടുക്കുക കേട്ടോ. കാരണം രണ്ട് പീസായിട്ടാണ് നമുക്ക് വേണ്ടത്. കാരണം ഓപ്പൺ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ അളവ് തന്നെ നമുക്ക് ലൈനിങ്ങും വേണം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തുണി 4 ആക്കിയിട്ട് മടക്കിയിടുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്ത് എടുക്കുക. അതായത് കൈക്ക് എത്രയാണ് ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ ആ ഇറക്കം എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 20 ഇഞ്ചാണ് ഇറക്കം എടുത്തിട്ടുള്ളത്. ഇതേപോലെ മുകളിൽ നിന്ന് നമ്മളൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സാധാരണ സ്ലീവ് കുഴിച്ച് വരയ്ക്കുന്നത് പോലെ തന്നെ റാൻഡമായിട്ട് ഇവിടെ സ്ലീവ് കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. താഴത്തെ വണ്ണം കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം സീം അലവൻസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ 2 പോയിൻറ്റും കൂടി ഇതേപോലെ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇതിൻ്റെ സെൻറ്ററിലൊരു കട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കാരണം സെൻറ്റർ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സെൻറ്ററിലൊരു കട്ട് ഇതേപോലെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ 2 ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3.5 ഇഞ്ചായിരുന്നു നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന നെക്ക് വിഡ്ത്ത്. അപ്പോൾ ആ 3.5 ഇഞ്ച് കറക്റ്റ് ഇതിനെ മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം നമ്മൾ 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ നെക്കിന് ഇറക്കം എടുക്കുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ ഫ്രണ്ടിലെ നെക്കിന് ഇതേപോലെ 5.5 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒരു ബോക്സ് ആക്കി വരച്ചതിന് ശേഷം റൗണ്ട് നെക്കാണ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് നെക്ക് കൊടുക്കണം എന്നുള്ളത് കേട്ടോ. ഇതേപോലെ നമ്മൾ റൗണ്ടായിട്ട് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ നെക്ക് മാർക്ക് ചെയ്യാം. ബാക്കിലെ നെക്ക് ഇതേപോലെ തന്നെ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ മടക്കിയിട്ടിട്ടുണ്ട്. 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത്. 4 ഇഞ്ചാണ് നമ്മൾ ബാക്കിലെ നെക്കിന് ഇറക്കം കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ബോക്സ് ആക്കി വരയ്ക്കുക. റൗണ്ടിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇത് ഏത് ക്ലോത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിലൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ മുകൾ വശം എങ്ങനെയാണോ നമ്മളെ പേസ്റ്റിംഗ് പേപ്പർ ഇരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേസ്റ്റിംഗ് പേപ്പറിൻ്റെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കി 3 വശം കുറച്ചൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്യുക. എന്നിട്ട് ഈ 1/2 ഇഞ്ചിൽ എക്സ്ട്രാ വെച്ചിട്ടുള്ള ക്ലോത്ത് ഇതേപോലെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ നമ്മൾ ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ നെക്ക് മാർക്ക് ചെയ്ത ഈ ഭാഗത്തിൻ്റെ സെൻറ്ററും കൂടി നമ്മൾ ഇതേപോലെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ടാവണം. സെൻറ്റർ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കട്ട് ഇതേപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ആദ്യം നമ്മൾ ബാക്കിലെ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിലെ പീസിൻ്റെ നല്ല തുണി, നമ്മുടെ ജോർജറ്റിൻ്റെ നല്ല ക്ലോത്തിൻ്റെ നല്ല വശം, അതിന് കറക്റ്റ് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ കറക്റ്റ് സെൻറ്ററിലായിട്ട് ലൈനിങ് വെക്കുന്നു. ലൈനിങ്ങിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള നെക്കിൻ്റെ ഷേപ്പ് വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ നെക്കിൻ്റെ ഷേപ്പിൽ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇത് ഉള്ളോട്ടേക്ക് മറിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു വൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഷെയ്ഡ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അയൺ ചെയ്ത, അതായത് തുണിയിൽ അയൺ ചെയ്ത ഭാഗം വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും എവിടെയാണ് നെക്ക് ഉള്ളത് എന്നുള്ളത്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ചോക്ക് വെച്ചിട്ട് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നെക്കിൻ്റെ അതേ ഷേപ്പിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ടൊരു 1/4 ഇഞ്ചിൽ തുണി അവിടെ വിട്ടതിന് ശേഷം ബാക്കി തുണി എന്ത് ചെയ്യുക, നമ്മൾ കട്ട് ചെയ്യുക. 1/4 ഇഞ്ചിൽ നമ്മൾ തുണി വിട്ടിട്ടുണ്ട്. ആ തുണിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കുഞ്ഞു കട്ട് കൊടുക്കുക. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുഞ്ഞു കട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മറിച്ചെടുക്കുക. മറിച്ചെടുക്കുന്നതിൻ്റെ മുന്നേ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതായത് നല്ല ക്ലോത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി നിർത്തിയിട്ട് ലൈനിങ്ങും നമ്മുടെ ക്യാൻവാസ് പേപ്പർ വരുന്ന ഭാഗം കൂടി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറിച്ചെടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ അത് കിട്ടും. അതായത് ഷേപ്പ് മാറിപ്പോവില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ മറച്ചിട്ടതിന് ശേഷം ഒന്നും കൂടി പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസ് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ടിലെ പീസ് നമ്മൾ ഇതേപോലെ ലൈനിങ്ങിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ നമ്മൾ നെറ്റിൻ്റെ നല്ല വശം വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 1/2 ഇഞ്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ 2 പീസിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈനിങ്ങിൻ്റെ നല്ല തുണിയുടെ മുകളിൽ നമ്മുടെ നെറ്റിൻ്റെ നല്ല വശം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ 2 വശവും സ്റ്റിച്ച് ചെയ്യുക. അതായത് 2 പീസിൻ്റെയും അരികു വശം ഇതേപോലെ 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ലൈനിങ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ആ ലൈനിങ് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് മറിച്ചെടുക്കുക. മറിച്ചിട്ടൊന്ന് പതിച്ചും കൂടി അടിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം അവിടെ എന്താ പറയുക, സൈഡ് ഇനി മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. പെർഫെക്റ്റ് ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ നെക്ക് മൊത്തമായിട്ട്, അതായത് എല്ലാ പീസും കൂടി ഒന്നിച്ച് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ.
ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശം, ജോർജറ്റിൻ്റെ നല്ല വശം നമ്മൾ വെക്കുന്നുണ്ട്. കറക്റ്റ് സെൻറ്റർ ആണെന്നുള്ളത് ഓർക്കണം. നല്ല വശം ഇതേപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു നെറ്റിൻ്റെ പീസ് വെക്കുക, അതുപോലെ തന്നെ മറ്റേ ഭാഗത്തും നമ്മൾ നെറ്റിൻ്റെ പീസ് വെക്കുക. കറക്റ്റ് സെൻറ്ററിലാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ഇത് അടുപ്പിച്ച് വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കാനുള്ളതും മറന്നു പോകരുത്. ഇതേപോലെ നമ്മൾ അടുപ്പിച്ച് വെക്കുക, അടുപ്പിച്ച് വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കണം. കറക്റ്റ് സെൻറ്ററിലായിരിക്കണം എന്നുള്ളത് ഉറപ്പ് കൂടി വരുത്തണം. വേണമെങ്കിൽ നെറ്റിൻ്റെ രണ്ട് വശത്ത് ഇതേപോലെ ഒരു കട്ട് കൊടുക്കുക, കാരണം സെൻറ്റർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ബാക്ക് പീസ് ചെയ്ത പോലെ തന്നെ ഈ ഒരു നെറ്റിൻ്റെ പീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ സെൻറ്റർ വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്യാൻവാസ് പേപ്പറിൽ നെറ്റ് അയൺ ചെയ്തെടുത്തിട്ടുള്ള പീസ് ഉണ്ടല്ലോ, ആ പീസും വെക്കുക. അപ്പോൾ എല്ലാം സെൻറ്ററിലാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതായത് നമ്മൾ ബാക്കിലെ പീസ് ചെയ്തതുപോലെ തന്നെയാണ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഈ ഫ്രണ്ടിൽ കൊടുക്കുന്ന ജാക്കറ്റിൻ്റെ ഒരു പോർഷനും കൂടി വരുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അത് കറക്റ്റ് സെൻറ്ററിൽ വെക്കാനും അടുപ്പിച്ച് വെക്കാനും ഉള്ളത് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് നീങ്ങി പോകാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് സെൻറ്ററിലാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നെക്കിൻ്റെ അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാത്തിലും സ്റ്റിച്ച് കൊണ്ടിട്ടുണ്ടെന്നുള്ളതും, അതുപോലെ തന്നെ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു ജാക്കറ്റിൻ്റെ ഭാഗം അത് കറക്റ്റ് സെൻറ്ററിലാണെന്നുള്ളതും ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, 1/4 ഇഞ്ചിൽ തുണി അവിടെ വെച്ചിട്ട് ബാക്കി തുണി കട്ട് ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു തുണിയിൽ ചെറിയ കട്ട് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ലൈനിങ്ങും അതുപോലെ തന്നെ ക്യാൻവാസ് പേപ്പറും മറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ നെക്ക് കിട്ടും. അതായത് നമ്മുടെ ഫ്രണ്ടിലെ ജാക്കറ്റോട് അടക്കമാണ് നമുക്കിവിടെ നെക്ക് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നെക്ക് പതിച്ചും കൂടി അടിക്കുക. അപ്പോൾ നമുക്കവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. നെക്ക് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ എക്സ്ട്രാ ലൈനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ എല്ലാ ക്ലോത്തും നമ്മുടെ കോട്ടൻ്റെ ക്ലോത്തല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഷിഫോണിൻ്റെ ക്ലോത്തായാലും ശരി, ക്രേപ്പിൻ്റെ ക്ലോത്തായാലും നെറ്റായാലും ഒക്കെ നമുക്കിങ്ങനെ ഒരേപോലെ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ എക്സ്ട്രാ ക്ലോത്തുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒക്കെ അതേ ഷേപ്പിൽ, അതായത് ഷോൾഡറിൻ്റെ ഷേപ്പിലും ആം ഹോളിൻ്റെ ഷേപ്പിലും ഒക്കെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. താഴത്തൊക്കെ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾ ആദ്യമേ എല്ലാം കറക്റ്റ് അളവിലാണ് കട്ട് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കട്ടിങ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് പ്രില്ലിട്ട് കൊടുക്കാം. അതായത് നമ്മുടെ ഈ ഒരു ജാക്കറ്റിന് വേണ്ടി നമുക്ക് പ്രില്ലിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ പ്രില്ലിട്ടതിന് ശേഷം നെക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എല്ലാ ക്ലോത്തും കൂടി വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ പ്രില്ലിടാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഒട്ടാകെ 3 മീറ്ററാണ് ജോർജറ്റിൻ്റെ ഫാബ്രിക് എടുത്തത്. അതിൽ 1.5 മീറ്റർ നമ്മൾ എയർലൈൻ കുർത്തിക്ക് വേണ്ടി എടുത്തു, 1/2 മീറ്റർ നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് എടുത്തു. ഇനി ബാക്കിയുള്ളതെന്ന് പറയുന്നത് നമുക്ക് 1 മീറ്ററാണുള്ളത്. 2 മീറ്റർ പോയി, പിന്നെ 1 മീറ്ററാണുള്ളത്. നിങ്ങൾക്ക് എന്താ പറയുക, ഒട്ടാകെ തുണി 3.5 മീറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ പ്രില്ലിടാം. കുറച്ച് നല്ല അടുപ്പിച്ചിട്ട് പ്രില്ലിടാം കേട്ടോ. എനിക്കിവിടെ ഇനി ബാക്കി 1 മീറ്ററാണുള്ളത്. ആ 1 മീറ്ററിന് ഞാൻ കറക്റ്റ് സെൻറ്ററിലൂടെ കട്ട് ചെയ്തിട്ട്, അതായത് 1/2 മീറ്റർ ഒരു സൈഡിലേക്കും 1/2 മീറ്റർ ഒരു സൈഡിലേക്കും അങ്ങനെ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ എഡ്ജ് നമ്മൾ മാക്സിമം കുഞ്ഞിതാക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി തയ്ക്കുന്നുണ്ട്. 2 പീസും ഇതേപോലെ എഡ്ജ് വശം, അതായത് ഒരു സൈഡ് മാത്രം ഇതേപോലെ നമ്മളൊന്ന് മടക്കി തയ്ക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ റാൻഡമായിട്ട് 2 സൈഡിൽ ഇതേപോലെ പ്രില്ലിട്ട് എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ പ്രില്ലിട്ടതിന് ശേഷം ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ 2 സൈഡും പ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രില്ലിട്ട് എടുത്തതിന് ശേഷം ഈ ഒരു തുണി, അതായത് ഈ ഒരു ക്ലോത്ത് ലെങ്ത്ത് കൂടുതലായിരിക്കുമല്ലോ, കാരണം നമ്മുടെ യോക്കിൻ്റെ ഭാഗത്ത് വേറെ ക്ലോത്താണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ താഴെ നിവർത്തിയിട്ടതിന് ശേഷം താഴത്തെ അളവിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തും കൂടി എടുക്കുക കേട്ടോ. കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ നെക്കിൻ്റെ ഭാഗം മൊത്തമായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കുകയാണ്. അതായത് നമ്മുടെ ജാക്കറ്റ് നമ്മുടെ ഈ നെക്കിൻ്റെ അവിടെ മുതൽക്ക് ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാനൊരു 2 ഇഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ 2 ക്ലോത്തും കൂടി ഇതേപോലെ അടുപ്പിച്ച് വെച്ചിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. 2-1.5 ഇഞ്ചോളം ഇതേപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഓപ്പൺ ആക്കിയിട്ട് വിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തുടക്കം മുതൽക്ക് ഓപ്പൺ ആക്കി വിടണമെങ്കിൽ അങ്ങനെ വിടാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യാം. ഷോൾഡർ എങ്ങനെയാണ് ജോയിൻ ചെയ്യാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശത്തിന് മുകളിൽ ബാക്കിലെ പീസിൻ്റെ നല്ല വശം വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുക. 2 സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം ഷോൾഡർ എപ്പോഴും ജോയിൻ ചെയ്ത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 2 സൈഡും ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക.
നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള സ്ലീവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്വശം നമ്മൾ മാക്സിമം കുഞ്ഞതാക്കിയിട്ട് മടക്കി തയ്ക്കുക. അതായത് വളരെ കനം കുറച്ചിട്ട്, എത്രത്തോളം കനം കുറച്ച് നിങ്ങൾക്ക് മടക്കി തയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ചിട്ട് ഇതേപോലെ എന്ത് ചെയ്യുക, 2 ക്ലോത്തിൻ്റെ, അതായത് ഫ്രണ്ടിൽ 2 പീസ് ഉണ്ടാവുമല്ലോ, 2 പീസ് ഇതേപോലെ താഴ്വശം നമ്മൾ മടക്കി തയ്ക്കുക. ഇതേപോലെ തയ്ച്ചിട്ടുണ്ട്. തയ്ച്ചതിൻ്റെ ശേഷം, അതായത് നമ്മളിപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള അവിടുന്ന് നമ്മൾ കറക്റ്റ് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര ഇഞ്ച് കഴിഞ്ഞിട്ടാണ് വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എത്ര വീതിയുള്ള എലാസ്റ്റിക്കാണ് എടുക്കണതെന്ന് വെച്ചാൽ ആ വീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഇതേപോലെ തുണി ഒന്ന് മടക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിക്ക് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ മടക്കി വരുന്ന ഗ്യാപ്പ്, ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എലാസ്റ്റിക് കടത്തിയെടുക്കും. അപ്പോൾ നമ്മൾ എത്ര വീതിയുള്ള എലാസ്റ്റിക്കാണ് എടുക്കണമെന്ന് വെച്ചാൽ ആ എലാസ്റ്റിക്കിൻ്റെ വീതിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ മടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുക്കണത്. അപ്പോൾ അത് ആ ഒരു വീതിക്ക് അനുസരിച്ചിട്ട് ഞാൻ ഇതേപോലെ മടക്കി, എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്ലീവ് എവിടെയാണോ വന്ന് നിൽക്കണതെന്ന് വെച്ചാൽ ആ ഭാഗത്തെ നമ്മുടെ അളവൊന്ന് എടുക്കുക. അപ്പോൾ ആ അളവ് ഇതേപോലെ എടുക്കുക. അപ്പോൾ എനിക്ക് 10 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് 8 ഇഞ്ച് എലാസ്റ്റിക് എടുക്കാം. അപ്പോൾ ഇതേപോലെ 8 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് സാധാരണ നമ്മൾ പിന്നിട്ടിട്ട് കടത്തിയെടുക്കുമല്ലോ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹോളിലൂടെ എലാസ്റ്റിക് കടത്തിയെടുത്തിട്ട് 2 സൈഡും ഇതേപോലെ എന്ത് ചെയ്യുക, എലാസ്റ്റിക് നല്ല രീതിക്ക് ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. രണ്ട് സൈഡിലും ചെയ്യണം, അല്ലെങ്കിൽ എലാസ്റ്റിക് ഇങ്ങനെ വിട്ട് വരുമല്ലോ. അപ്പോൾ 2 സൈഡിൽ ഇതേപോലെ എലാസ്റ്റിക് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ, ഈ ഒരു രീതിക്കാണ് സ്ലീവ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ക്ലോത്തിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്കും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മൾ 2 ഭാഗത്തേക്കും സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ രണ്ടാമത്തെ സ്ലീവും ചെയ്യുക. ഇതുപോലെ നമ്മൾ 2 സൈഡിലും സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈഡ് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ താഴ്വശം മടക്കി തയ്ക്കുക. താഴ്വശം മടക്കി തയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ലൈൻ കുർത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രണ്ടിലെ പീസിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ജാക്കറ്റിൻ്റെ പീസും കൂടി ചേർത്ത് മടക്കി തയ്ക്കരുത്. ജാക്കറ്റിൻ്റെ പീസ് വേറെയും കുർത്തി വേറെയും തന്നെയായിട്ട് മടക്കി തയ്ക്കുക കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഇതുപോലെ ജാക്കറ്റിൻ്റെ 2 പീസും ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കണം. കുർത്തി നമ്മൾ സാധാരണ തയ്ക്കുന്ന പോലെ തന്നെ മടക്കി തയ്ക്കുക. ജാക്കറ്റിൻ്റെ പീസ് വേറെ തന്നെ മടക്കി തയ്ക്കുക. ഇതുപോലെ ഓപ്പണിംഗ് ആയിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങളെല്ലാവരും ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള കുർത്തീസ് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യൂ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.